രണ്ടും കൽപ്പിച്ചെന്നെ ഇറങ്ങിയൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ടോ, എൻ്റെ ആത്മകഥ പറഞ്ഞിട്ട് പോലും ആൾ കാണില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ഈ സിസ്റ്റത്തിനുള്ള പ്രതിഷേധമാണ് പറഞ്ഞു. ആ എന്ത് പ്രതിഷേധമാണ്? സിസ്റ്റം ഒന്ന് പറഞ്ഞു. നാട്ടുകാർ സിനിമ തിയേറ്ററിൽ പോയി കാണാത്തതിന്റെ സിസ്റ്റം എന്തുകൊണ്ട് അങ്ങനെ വലിയ സിനിമകൾ മാത്രം ഓടിയാൽ മതിയോ? ചെറിയ സിനിമകൾ പറഞ്ഞു. ഏത് സിനിമ ഓടുന്നുണ്ട്, അങ്ങനെയാക്കി തിയേറ്ററിൽ നിന്നുള്ള ഓടുന്നുണ്ട്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞാൽ അതിനകത്തൊരു സീരിയസ് മാറ്റം കൊണ്ടുണ്ടോ. ഞാൻ തമാശയ്ക്ക് പറയാനകത്ത് സീരിയസ് ഉണ്ട്. ചെറിയ സിനിമകൾ കാണാൻ തിയേറ്ററിൽ സ്പേസ് കൊടുക്കുന്നില്ല, അത് 2 ദിവസം ആളില്ലാതെ എടുത്ത് കളയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. അങ്ങനെ സിസ്റ്റം എന്തിനുണ്ടാക്കുന്നു? 2 ദിവസം ആള് വരാതിരിക്കുന്നതുകൊണ്ട് തിയേറ്ററാണ് പറയല്ലേ, അതിന് മുമ്പ് വരട്ടെ. അതിലേക്ക് നമ്മൾ നാളെ കയറ്റി നിറച്ചു കൊടുക്കാറുണ്ടല്ലോ. നിറച്ചു കൊടുക്കുന്ന പരിപാടിയല്ല അതൊക്കെ ഇതിനുള്ള പ്രതിഷേധ സിസ്റ്റത്തിന് അതൊക്കെയാണ് മൊത്തത്തിൽ പ്രതിഷേധമാണ് അല്ലേ? പക്ഷെ അപ്പൊ അവര് പറയുന്നത് ചെയ്യാതിരുന്നാ പോരെന്ന് ചോദിക്കുക. അല്ല നിറച്ചു കൊടുക്ക, അത് പറഞ്ഞായിരുന്നു. നിറച്ചു കൊടുത്തിട്ടും നന്ദിയില്ലെന്ന്. ഞാൻ ഇത് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? അപ്പൊ എല്ലാത്തിന്റെ പ്രതിഷേധമായിട്ട് ഒരു ടിക്കറ്റ് ഞങ്ങൾ 2 മണിക്കൂർ കളയണമെന്നാണ്. പ്രതിഷേധിക്കാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. തുറന്നു പറയും. ഞാനോ? ഞാൻ തുറന്നു പറയും. തുറന്നു പറയുന്ന ഒരാളാണ്, അതെനിക്കറിയാം. അപ്രിയ സത്യങ്ങള് മാക്സിമം പറയാതിരിക്കാൻ ശ്രമിക്കും. തുറന്നു പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രശ്നമാവുന്ന ഈ പറഞ്ഞ പോലെ ഈ രവീന്ദ്രൻ എവിടെയാന്ന് ചോദിച്ച പോലുള്ള പ്രശ്നമാവുന്ന സാധനങ്ങളൊക്കെ പറയാതിരിക്കാൻ ശ്രമിക്കും. ബാക്കി എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരാളെ പറയാറില്ല. തുറന്നു പറയുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെടുന്നു. എന്നെയോ മാറ്റി നിർത്തിക്കോട്ടെ, സന്തോഷം. എനിക്ക് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മാറ്റി നിർത്തി നിങ്ങളായിരിക്കും. മാറ്റി നിർത്തുന്ന എനിക്കിഷ്ടം. നമ്മള് എനിക്ക് ആൾക്കൂട്ടം ഇഷ്ടമില്ല. അല്ല ഞാൻ ഇന്റർവ്യൂലല്ല കാര്യങ്ങൾ തുറന്നു പറയുന്നോണ്ട് മാറ്റി നിർത്തും ചില വേദികളിൽ. അല്ല അത് അങ്ങനെ തുറന്നു പറയുന്നോണ്ട് ആ സ്വഭാവം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടല്ലോ വീട്ടിൽ നിന്ന് വരെ. അല്ല പക്ഷെ എനിക്ക് ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. മാറ്റി ആൾക്കൂട്ടത്തിൽ തനിയെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ തുറന്നു പറയുന്നതുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്നെ കൂട്ടത്തിലോട്ട് കൂട്ടിയ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ചെറിയ പേടിയുണ്ട്. അപ്പം ഇന്നത്തെ ലോകം അങ്ങനെയാണല്ലോ, നമ്മൾ ആരെങ്കിലും മാറ്റി നിർത്തപ്പെട്ടതായിട്ട് തോന്നി നിന്നാൽ അവരെ കൂടെ കൂട്ടുക എന്നുള്ള ഒരു പുതിയ രീതിയുണ്ട്. അത് അങ്ങനത്തെ ഒരു പുതിയ രീതിയുണ്ട്. അവര് ഭയപ്പെട്ട് ചേർത്ത് പിടിക്കും. ഭയമല്ല, അതിനെ ഭയം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം. എന്തോ ഒരു പേടി. ഇവര് കമ്മൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ? അമ്മയില് മെമ്പർഷിപ്പ് ഒന്നും എടുത്തിട്ടില്ല. അമ്മ നമ്മുടെ നമ്മള് കാണുന്ന ആൾക്കാർ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അങ്ങനെയല്ല, നമ്മൾ ഫ്രട്ടേണിറ്റിയിലെ ആൾക്കാരുമായിട്ടല്ല നമ്മൾ അടുത്ത് ഇടപഴകുന്നത് സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ, മാറ്റി നിർത്തപ്പെട്ട ആൾക്കാർ ചേർത്ത് നിർത്തുന്ന കുറച്ചൊരു ഒരു പുതിയൊരു സിൻഡിക്കേറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. അല്ല ഒരു സെക്കൻഡ്, ഈ മാറ്റി നിർത്തപ്പെട്ടു എന്ന് ചോദിച്ചത് എന്തുദ്ദേശിച്ചിട്ട്? എന്നെ മറ്റേ മീൻ മാർക്കറ്റ് വെച്ച് കണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ എനിക്ക് പിടിയിട്ടില്ല. അമ്മയുടെ കാര്യം വന്നപ്പോ അതിലേക്ക് ഞാൻ വരാം. അമ്മയുടെ കാര്യമല്ല, ഞാൻ അമ്മയുടെ മെമ്പറാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.